എന്നെ അത്ഭുതപ്പെടുത്തുകയും അമ്പരപ്പുകയും ചെയ്ത ഒരാളിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്കും അവിശ്വസനീയമായി തോന്നുന്ന ആത്മവിശ്വാസം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ചരിത്ര പുസ്തകത്തിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നു. 3 വൃക്കകളും ഒരുപിടി ഗുരുതര രോഗങ്ങളുമായിട്ടാണ് എസ് ശ്യാംകുമാർ എന്ന കാട്ടാക്കടക്കാരൻ ജനിച്ചത്. 8-ാം വയസ്സിൽ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. 25-ാം വയസ്സിനുള്ളിൽ ശ്യാം 16 സർജറികൾക്ക് വിധേയമായി. പരിമിതികൾക്ക് തൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ലെന്ന് ഉറപ്പിച്ച ശ്യാം സൈക്ലിങ്ങിലും സ്കൈ ഡൈവിങ്ങിലും തൻ്റെ മികവ് തെളിയിച്ചു. ചെറിയ മികവല്ല, വല്ലാത്ത മികവ് തന്നെ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം, ഫ്രാൻസിൽ നടക്കുന്ന ലോക സ്കൈ ഡൈവിംഗ് ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയിട്ടുണ്ട്. വെല്ലുവിളി അതല്ല, അദ്ദേഹത്തിന് വെല്ലുവിളികൾക്ക് മുന്നിൽ ഒരിക്കലും തോൽക്കാത്ത മനുഷ്യനാണ് ശ്യാം. അദ്ദേഹത്തിൻ്റെ തടസ്സമായി നിൽക്കുന്നത് പണമാണ്. 50 ലക്ഷം രൂപ വേണം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ. തൻ്റെ സ്വപ്നത്തിലേക്ക് പറക്കാൻ 24 ശ്രമിക്കുകയാണ് ശ്യാമിനൊപ്പം. അപ്പോൾ ശ്യാമിന് എല്ലാ സഹായങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർ നൽകണം. കാരണം ഈ ചെറുപ്പക്കാരൻ വലിയൊരു മോട്ടിവേഷനാണ് നമുക്ക്. ചെറിയൊരു പതർച്ച ഉണ്ടായാൽ പോലും തളർന്നു പോകുന്ന നമുക്ക് മുമ്പിൽ ഒരു വലിയ ആൽവൃക്ഷം പോലെ ഉയർന്നു നിൽക്കുകയാണ് ശ്യാം. പ്രളയമേഖലയിലേക്ക് കയറ്റിവിടുന്നതിന് സാധന സാമഗ്രികൾ ശേഖരിക്കുന്ന തിരുവനന്തപുരത്തെ കളക്ഷൻ പോയിന്റിൽ ഒരു 19-കാരനുണ്ട്. മുറിച്ചു കളഞ്ഞ വലതുകാലിനു പകരം കൃത്രിമ കാലാണ്. 3 കിഡ്നികളാണ്, 3ഉം പ്രവർത്തിക്കുന്നില്ല. ഇതിനോടകം 14 മേജർ സർജറികൾ ചെയ്തു കഴിഞ്ഞു. ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്യൂബ് മാറ്റിയാൽ 5 മണിക്കൂറിൽ കൂടുതൽ താൻ ജീവിച്ചിരിക്കില്ലെന്ന് ശ്യാം പറയുന്നത് നിറചിരിയോടെ. ഒരു കൈയിൽ യൂറിൻ ബാഗും ഒരു കാലുമായി പ്രളയബാധിതരെ സഹായിക്കാൻ ഓടി നടന്ന ശ്യാമിന്റെ ദൃശ്യങ്ങൾ അന്ന് 24 മലയാളികൾക്ക് കാണിച്ചു കൊടുത്തിരുന്നു. അന്ന് പ്രളയബാധിതരെ സഹായിച്ച ശ്യാമിന് ഇന്ന് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. പരിമിതികൾ കണക്കിലെടുക്കാതെ 100-ലേറെ തവണ സ്കൈ ഡൈവ് ചെയ്ത ശ്യാം ഇന്നലെ 24ന്റെ സ്റ്റുഡിയോയിലെത്തിയിരുന്നു. ശ്യാം ഒരു അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനുള്ള അസുഖത്തിൻ്റെ ഒരു അസുഖമുണ്ടെങ്കിൽ പോലും മുറിയിലേക്ക് ഒതുങ്ങുന്ന ആൾക്കാരുള്ളൊരു നാട്ടിൽ ഇത്രയും പ്രതിബന്ധങ്ങളെ നേരിട്ടിട്ട് ആദ്യമായിട്ട് ലോകത്ത് കാലില്ലാണ്ട് സ്കൈ ഡൈവ് ചെയ്ത ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരൻ. അവനെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു വ്യക്തി എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് യുവാക്കൾക്കൊരു ആവേശമായിരിക്കണം. കാര്യം ഞാൻ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമോ എന്ന് സംശയത്തോട് നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും അവനൊരു കോൺഫിഡൻസ് ആണ്. തന്റെ ജീവിതകഥ പ്രേക്ഷകർക്കായി ശ്യാം പങ്കുവച്ചു. ഇത്രയും ചലഞ്ചസ് ഉള്ള കുട്ടിയെ കണ്ട സമയത്ത് ആ റൂമിനകത്തുനിന്ന്, ആ ഒരു ഓപ്പറേഷൻ ഷീറ്റിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ അമ്മ ആഗ്രഹിച്ചിരുന്നില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ കുട്ടിയെ എങ്ങനെ നോക്കും, അല്ലെങ്കിൽ എങ്ങനെ വളർത്തും, ആ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അമ്മ ആ നിമിഷം മരിച്ചു പോയെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സ്വപ്നത്തിലേക്കൊക്കെ പോകും മുമ്പ് അല്ലെങ്കിൽ ഓടി തുടങ്ങും മുമ്പേ എന്ന് പറയുന്ന രീതിയിൽ കാല് നഷ്ടപ്പെടുന്നു. ഈ കുഞ്ഞായിരുന്നപ്പോൾ ആ 8 വയസ്സുകാരൻ എന്താ തോന്നിയത്? ഞാനാണ് സ്വന്തമായിട്ട് കാല് മുറിച്ച് മാറ്റാൻ പറഞ്ഞത്. നോട്ട് ലൈക്ക് 8 വയസ്സിൽ ബിക്കോസ് ഓഫ് എന്നെ അമ്മ എടുത്തോണ്ടാണ് നടത്തുന്നത്. ആ ഒരു കാലിൽ എനിക്ക് ബാരിയർ ആയിരുന്നു. ബിക്കോസ് ഓഫ് അത് കാല് ഒട്ടി വട്ടക്സ് പറ്റിയിരുന്നു. പിന്നെ അവർ നിറക്കാൻ ശ്രമിച്ചു, അത് എൽ ഷേപ്പിലേക്ക് മാത്രമായി മാറി. എനിക്ക് ഈ കാലം ഒരു ജങ്കായിട്ട് കൊണ്ടു നടക്കേണ്ട, ബെറ്റർ ഇത് ആർട്ടിഫിഷ്യൽ ഇതിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലിബിലോട്ട് മാറ്റാൻ പറ്റുന്ന ചോയ്സ് കിട്ടിയ സമയത്ത് കാല് മുറിച്ച് മാറ്റിയിട്ട് എൻ്റെ സ്വന്തം ഇതായിട്ട് തന്നെയാണ് എൻ്റെ 12ാമത്തെ സർജറി ആയിട്ട് ഞാൻ ആ കാല് അമ്പ്യൂട്ട് ചെയ്ത് കളയുന്നത്. പ്രചോദനത്തിന്റെ പര്യായമായ പളുങ്കു പോലെയുള്ള ആ ജീവിതകഥ ഉടനെത്തും 24ന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ. അതെ, ശ്യാം പറക്കട്ടെ. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ ജന്മന കാലില്ലാതെ ജനിച്ച ശ്യാം ഇപ്പോൾ നടന്ന ശ്രമം നിങ്ങൾ കണ്ടല്ലോ. അദ്ദേഹത്തിന് ഈ ഫ്രാൻസിൽ നടക്കുന്ന ലോക സ്കൈ ഡൈവിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അതിയായ താല്പര്യമുണ്ട്. 50 ലക്ഷം രൂപ ഇപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും ഇത്രയും ആത്മവിശ്വാസമുള്ള ചെറുപ്പക്കാരനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ശ്യാംകുമാറിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുകയും വേണം. കാരണം ഇദ്ദേഹം ഒരു ഇത്രയും ഒക്കെ ഒരാൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് ഫ്രാൻസിലെത്താൻ അവസരം ഒരുക്കാൻ നിങ്ങൾ കൂടി സഹായിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.